ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ പേരുടെ ഡൗട്ടാണ്, പ്രോമെട്രിക് എക്സാം എന്ന് പറയുന്നത് യുഎയിലേക്ക് വരാനുള്ള ലൈസൻസ് ആണോ അല്ല എക്സാം എഴുതിയതിന് ശേഷമാണോ ലൈസൻസ് കിട്ടുന്നത് എന്നുള്ളത് കുറേ പേര് ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ പ്രോമെട്രിക് വൺസ് നമ്മൾ ദുബായിലേക്ക് അല്ലെങ്കിൽ യുഎയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രോമെട്രിക് എക്സാം എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് എമിറേറ്റ്സിലാണ് വരാൻ അതായത് താല്പര്യമെങ്കിൽ ആ ഒരു എമിറേറ്റ്സിന് അനുസരിച്ചിട്ടുള്ള ഒരു പ്രോമെട്രിക് എക്സാം ആണ് എഴുതുന്നത്. എല്ലാ എമിറേറ്റ്സിലും സെയിം എക്സാം അല്ല ഉള്ളത്. അതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ദുബായിലാണ് വരണമെങ്കിൽ DH ആണ് വേണ്ടത്. അബുദാബി അലൈൻ ആ ഭാഗത്താണെങ്കിൽ DOH ആണ് വേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ ഷാർജയിലാണെങ്കിൽ ഇപ്പോൾ SH ആണ് വേണ്ടത്. ഫുജറ, അജ്മാൻ, ഉമ്മുൽ കോയിൻ അങ്ങനത്തെ ഭാഗങ്ങളിലാണെങ്കിൽ MOH ആണ് വേണ്ടത്. ഇതാണ് പ്രോമെട്രിക് എക്സാമിന്റെ ഓരോ എമിറേറ്റ്സിലുള്ള എക്സാം എഴുതേണ്ടത്. ഏതൊക്കെ എമിറേറ്റ്സിൽ ഇന്ന എക്സാമുകളാണ് എഴുതേണ്ടത്. അവരുടെ ഡൗട്ടാണ്, ഈ എക്സാം പ്രോമെട്രിക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് ആവുമോ, അല്ല ഇതാണോ ലൈസൻസ്, അല്ല ഇത് ഇനി നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തിട്ടാണോ ലൈസൻസ് ആക്കേണ്ടത് എന്നുള്ളത്. ആക്ച്വലി ഇതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും കുറെ പേർക്ക് ഡൗട്ടാണ്. അപ്പോൾ ഇപ്പൊ ഞാൻ ക്ലിയർലി പറഞ്ഞുതരാം. നമ്മൾ വൺസ് പ്രോമെട്രിക് എക്സാം എഴുതി കഴിഞ്ഞാൽ അതാണ് ലൈസൻസ് എന്ന് പറയുന്നത്. പക്ഷേ വൺസ് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ്, നമുക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്ന ഒരു ലെറ്റർ ആണ് കിട്ടുന്നത്. പിന്നെ ആ എലിജിബിലിറ്റി ലെറ്റർ നമ്മൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്യുമ്പോൾ അവർ നമുക്കത് അവരുടെ അണ്ടറിലുള്ള ലൈസൻസ് ആക്കി തരും. അല്ലാണ്ട് വൺസ് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ലൈസൻസ് അല്ല കിട്ടുന്നത്, ലൈസൻസ് ആക്കാനുള്ള ഒരു എലിജിബിലിറ്റി ലെറ്റർ ആണ് കിട്ടുന്നത്. നമ്മൾ പിന്നെ ആ എലിജിബിലിറ്റി നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്യുമ്പോൾ, UAയിൽ എവിടെയെങ്കിലും ജോയിൻ ചെയ്യുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലോ ക്ലിനിക്കോ ഹോം കെയറോ വാട്ട് എവർ ഇറ്റ് ഈസ്, അവർ നമുക്ക് എന്താകും, ആ ഒരു എലിജിബിലിറ്റി ലൈസൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് തരും. അല്ലാണ്ട് ലൈസൻസിന് വേറെ എക്സാമോ കാര്യങ്ങളോ പ്രിപ്പറേഷൻ വേറെ ഒന്നും നമ്മളായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ എലിജിബിലിറ്റി എടുത്താൽ മാത്രം മതി. അത് പിന്നീട് നമുക്ക് ലൈസൻസ് ആക്കിയിട്ട് അതാത് അതോറിറ്റിയിലുള്ള അല്ലെങ്കിൽ അതാത് ക്ലിനിക്സ് ഹോസ്പിറ്റൽ അവർ നമുക്ക് കൺവേർട്ട് ആക്കിയിട്ട് തരും. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ കുറെ പേർക്ക് ഡൗട്ടാണ്, അതിന് വേറെ എക്സാം എഴുതണോ, എലിജിബിലിറ്റി തന്നെയാണോ, ലൈസൻസ് അല്ല ലൈസൻസ് വേറെ കൺവേർട്ട് ആക്കാൻ വേറെ ചെയ്യണോ, അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഓൾമോസ്റ്റ് നേഴ്സസ് വരാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ അറിയാം. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര്, ഒരു 2-3 പേര് ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.